ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം പാലക്കാട് ഗുണ കേവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. പുറത്തുനിന്നുള്ള വ്യൂ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളിത് ന്യൂ ഇയറിൻ്റെ അന്നാണ് കേട്ടോ കാണാൻ പോയത്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 4 മണിക്കാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അതുവരെ കുറച്ച് നേരം നമ്മളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ₹120 കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ്. 3-4 കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ക്യാഷ് കൗണ്ടറും പിന്നെ PayTM കൗണ്ടറും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 3-4 കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇത് പോകുന്നത്. ഓരോ ലെയറായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. ആ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഓരോരോന്ന് കാണാനായിട്ട് അവിടെ ഉണ്ട്. ഈ സെറ്റ് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പാറയൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഉള്ളിലെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു കേട്ടോ കയറുന്ന നേരത്ത്. എൻട്രൻസിൻ്റെ അവിടെ ഒരു വലിയൊരു വവ്വാലിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, പെർഫെക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫിലിമിലെ ഡയലോഗ്സ് മുഴുവനായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഗുഹയുടെ ഉള്ളിലോട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ നേരിട്ട് കാണാൻ പറ്റും. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തും നമുക്ക് ശരിക്കും ഒരു ഗുഹയുടെ ഫീല്, ആ മഞ്ഞുമൽ ബോയ്സിൽ എന്താണോ കണ്ടത് അതുപോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നല്ല ഭംഗിയിൽ അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം റഷ് കാരണം. പക്ഷെ ഞാൻ മാക്സിമം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആവുമെന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് വീണെടുക്കുന്ന ഒരു സീനാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുട്ടിയേട്ടനെ രക്ഷിക്കാൻ പോകുന്നതും ഇതിൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡമ്മി വെച്ചിട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
ഇവിടെ ഗുഹയുടെ ഒരു അന്തരീക്ഷമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കേട്ടോ, ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒത്തിരി സ്പോട്ട്സ് ഇവിടെയുണ്ട്. ഈ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിക്കും റിയലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഹിസ്റ്ററി, ഗുണ കേവിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫുൾ സ്റ്റോറി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗുണ കേവിൽ വീണിട്ടുള്ള സുഭാഷിൻ്റെ സ്റ്റോറിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ റിയൽ പിക്ചറൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി പോകുന്നത് അടുത്ത സ്പോട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെയും ഇതുപോലെ തന്നെ ഗുഹയുടെ ഒരു അന്തരീക്ഷം ഒരു കറക്റ്റായിട്ട് മരവും ഒക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സുഭാഷ് കുഴിയിൽ പോകുമ്പോൾ ഇങ്ങനെ വലിച്ചു കയറ്റുന്ന ഒരു സീനുണ്ടല്ലോ, അതിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഒരു സ്പോട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാം, ആരെങ്കിലും വലിക്കണ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇതാ ഇവിടെ 2 കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പോകുന്നത് ഒരു മഞ്ഞിൻ്റെ ഒരു ഏരിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് സ്നോ വേൾഡിലേക്കാണ് കേട്ടോ. ശരിക്കും സ്നോ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തണുപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്നോ വേൾഡിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം. ശരിക്കൊരു അത്ഭുതം പോലെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ തോന്നിയത്. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ശരിക്കും ഒരു സ്നോ വേൾഡിലേക്ക് പോയ പോലെ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. മിറാക്കിൾ ഗാർഡൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അവിടെ പോയപ്പോൾ. ശരിക്കും ഒരു മിറാക്കിൾ വേൾഡ് തന്നെയായിരുന്നു കേട്ടോ അത്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തന്നെയാണെങ്കിലും പക്ഷെ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയേ ഇല്ല. അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയുണ്ടാവുമെന്ന് വീഡിയോയിലൂടെ തന്നെ. അപ്പോൾ നേരിട്ട് എങ്ങനെയുണ്ടാവും ഒഴിച്ച് നോക്കി നോക്കൂ, അത്ര ഭംഗിയുണ്ട്. എനിക്കിവിടെ എത്തിയപ്പോൾ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും മതിയായേ ഇല്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ബാക്ക്ഗ്രൗണ്ട്സ്. മെയിനായിട്ട് ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്പോട്ട്സ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ആയിരുന്നു ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ കുറച്ച് ഷോപ്സുകളാണ് ഉണ്ടായിരുന്നത്. ചെറിയ കുറച്ച് ഷോപ്പുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് സ്പോട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസുകളും ഐസ്ക്രീംസും ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റൈഡുകളുടെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് റൈഡ്സുകൾ ഉണ്ടായിരുന്നു. ഓരോരോ റൈഡ്സിനും നമ്മൾ ഓരോരോ പേയ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഓരോ സൈഡിലും ഓരോ കൗണ്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പേടിഎം ആണെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അതിന് ഓരോരോ കൗണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്ലേ ഏരിയ ആയിരുന്നു. നമ്മൾ അതിലൊന്നും കയറാനായിട്ട് പോയില്ലായിരുന്നു. കുട്ടികൾക്കുള്ള ഒത്തിരി ഐറ്റംസുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ.
അപ്പോൾ പാലക്കാട് ഗുണ കേവ് നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി ഇവിടെ പാലക്കാട് വന്നിട്ട് ഇതൊന്ന് കാണണം ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും താങ്ക് യു.